ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം വാവച്ചിയും മീനൂട്ടിയും കൂടെ നമ്മുടെ ആട്ടയിലോട്ട് കയറിയാണ് കേട്ടോ. നമ്മളിതാ വീടൊക്കെ പൂട്ടി സെറ്റ് ചെയ്ത് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാളംകുഴി ശ്രീ ഗണപതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ അതിലേ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു തോട്, നമ്മുടെ നാട്ടിലുള്ള തോടാണ്. അതായത് നോക്കി അടിപൊളിയല്ലേ, ഇത് അമ്പലവും ഇതൊരു തോടുമാണ്, നല്ല ഒഴുക്കുള്ളതാണ്. താഴോട്ട് പോയാൽ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് അറിവ് കേട്ടോ. അത്ര ഇതായത് നോക്കിയത് ആ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന റോഡ് ഇതാണ്. നമ്മൾ നേരെ ഇനി ചെല്ലഞ്ചി റോഡ് വഴിയാണ് പോവേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് റോഡിലെ വെള്ളക്കെട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. നമ്മുടെ നാട്ടിലെ റോഡിൻ്റെയൊക്കെ അവസ്ഥ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വലിയ താന്നിമൂട് വന്നു, പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചു തുടങ്ങി. എണ്ണ അടിച്ചിട്ട് നമ്മൾ അടുത്ത് പോകും. നമ്മൾ താന്നിമൂട് വഴിയാണ് കേട്ടോ പോകുന്നത്. എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ നമ്മുടെ വലിയ താന്നിമൂട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു തിരുനാൾ നടക്കണം കേട്ടോ. പള്ളിയിൽ ഒരു ആർച്ച് കണ്ടത്, ഒരു പള്ളിയുടെ ആർച്ച് ഉണ്ട്. അത് ചേട്ടാ വായിച്ചു നോക്കിയതാണ്. നമ്മൾ ഇനി നമ്മുടെ താന്നിമൂട് വനത്തിലോട്ട് പോണ വഴിയാണല്ലേ കേട്ടോ. നമ്മൾ അതുവഴിയല്ല പോകുന്നത്, നമ്മൾ നേരെ പോകും. ഇതുവഴി പോയാൽ വനത്തിലോട്ട് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. റോഡ് സൈഡിൽ നിറയെ കുറേ എന്തോ വേസ്റ്റൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ അധികം ആൾതാമസമില്ലാത്ത ഏരിയയാണ്. ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, അത് ഉൾപ്രദേശങ്ങളിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വനമാണ്, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൾതാമസമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, പച്ചപ്പ് നിറഞ്ഞ കാഴ്ച, നല്ല രസമുണ്ട്. നമ്മൾ വീഡിയോ എടുത്തു പോകുന്നതല്ല, നിരത്തിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ചെല്ലഞ്ചിപ്പാലം. നല്ല എന്താ പൂക്കളൊക്കെ കിടക്കണം അവിടെ, നല്ല ഭംഗിയുണ്ടല്ലേ. മറ്റേ കൊച്ചു പൂവ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളിതാ ഇപ്പം ചെല്ലഞ്ചിപ്പാലം വഴി കയറി പോവുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് യാത്രകളിൽ ചെല്ലഞ്ചിപ്പാലം എടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ചെല്ലഞ്ചിപ്പാലം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കണ്ട നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് എന്നുള്ളത്. ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടത്തെ ഇതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് നിർത്തിയതാണ് കേട്ടോ. നിർത്തി അപ്പോൾ നമ്മൾ പോവാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒഴുക്ക് കണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത്. നോക്കി നല്ലൊരു ഇരപ്പ് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ വെള്ളം വരവുണ്ട് കേട്ടോ. ഇന്ന് മലവെള്ളം ചെറുതായിട്ടൊക്കെ ഇറങ്ങിയതിൻ്റെ ആ മഴയുടെ ഇന്നലത്തെ മഴയുടെ ആ ഒരു പവർ ഇന്ന് നമ്മളെ ഈ ചെല്ലഞ്ചി ആറിൽ കാണിക്കുന്നുണ്ട് അല്ലേ ആവശ്യം. വാടി എടി വാ കൂട്ടുകാരെ, നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഗവൺമെൻറ് LPS മുതുവിള. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിനിൻ്റെ മോഡലിലാണ് സ്കൂൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ കല്ലറ റോഡിൽ വരുമ്പോഴത്തേക്ക് കാണുന്ന ഇതാണ് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന നിശാഗന്ധി ഇത് തിയേറ്റർ കേട്ടോ, സിനിമാ തിയേറ്റർ. അതിപ്പോൾ പൊളിഞ്ഞ് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. നമ്മളങ്ങനെ കല്ലറ വരുന്ന വഴിക്ക് തുമ്പോട് മുടിപ്പുര ദേവീക്ഷേത്രം കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ക്ഷേത്രത്തിലും കയറിയിട്ട് നമ്മളിനി പിന്നെ നമ്മുടെ യാത്ര തുടർന്നു അല്ലേ വാസി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മീൻമുട്ടി. നമ്മുടെ ശ്രീനാരായണ ഗുരു അതിനെ ഊട്ടിയ ഒരു സ്ഥലമുണ്ട് കല്ലറ, നമ്മുടെ കിളിമാനൂർ ഏരിയയിൽ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊരു അമ്പലമുണ്ട്, പിന്നെ ഒരു ഗുരുമന്ദിരം, പിന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടല്ലോ. അപ്പോൾ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇവിടെ നിന്ന് നമ്മളിതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ അടുത്ത യാത്രയിലേക്ക് നമ്മൾ പോവുകയാണേ. ഈ തോടാണ് കേട്ടോ. നമുക്ക് അവിടെ വെള്ളച്ചാട്ടം ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിട്ട് നിങ്ങൾക്ക് കാണുന്നു. അപ്പോൾ ഇനി നമുക്ക് ചോറ് കഴിക്കാൻ സമയമായി. നമുക്ക് ചോറ് കഴിക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്ന ശേഷം വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ചോറ് കഴിക്കുകയാണ്. അപ്പം എന്തൊക്കെ കറികളെന്ന് നോക്കാം. ചോറുണ്ട്, മരിച്ചിനിയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ
അച്ചാറ്, പിന്നെ അത് അച്ചാറ്, പിന്നെ അത് തോരനാ. അവിയല് ഉണ്ട്, പിന്നെ അത് തോരനാണെന്ന് തോന്നുന്നത്. തോരനുണ്ട്. അപ്പൊ ഇത്രയും കറികളാണേ. ഇനി നമുക്ക് ഒഴിച്ചറികൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പരിപ്പ്, മീൻകറി, സാമ്പാർ. 3 ഒഴിച്ചേറിയും ബാക്കി ഇത്രയും കറികളും. ഇത് എത്ര രൂപയാണ് കേട്ടോ ഊണ്? 70 രൂപ. കല്ലറയെന്നാണ് വാങ്ങിച്ചത്. അപ്പൊ കഴിക്കാം. മരിച്ചിനിയും എനിക്ക് മീൻകറി മതി. മരിച്ചിനിയും മീൻകറിയും. അയ്യേ, പരിപ്പ്, മീനോട് പരിപ്പാണ് ഇഷ്ടം. അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് പരിപ്പും മീൻകറിയും മരിച്ചിനി എല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. നമ്മൾ 3 പേരും ചോറൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതാക്കിയത് എനിക്ക് ഓർമ്മയില്ലാണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. യാത്ര തുടരുകയാണ്. അടിച്ച് പൊളിച്ച് സൺഡേ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോവുകയാണ്. വരുന്ന വഴിക്ക് കണ്ട മനോഹരമായ സ്ഥലം കേട്ടോ. ഞാൻ ഫോണൊക്കെ എടുത്തോന്നപ്പോൾ മനോഹരമായ കാഴ്ച പോയി. പൊളി ഒരു പാറ കാണുന്നു. പക്ഷേ ഇതാണ് മറ്റേ ആയിരവല്ലി എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന കിളിമാനൂര്. ഒരു ആയിരവല്ലി പാറ ഞാൻ പറഞ്ഞില്ലേ, അതാണോ എന്തോ കേട്ടോ ഇത് കാണുന്നത്. ഇതാണ് കേട്ടോ തമ്പുരാട്ടിപ്പാറ, കിളിമാനൂരുള്ള ഇതാണ് തമ്പുരാട്ടിപ്പാറ. അല്ല, തമ്പുരാട്ടിപ്പാറ അമ്പലവും. കണ്ടോ, ഇതാണ് ആ പാറ. നമുക്ക് അടുത്താണെന്ന് തോന്നുമെങ്കിലും പക്ഷെ അടുത്തല്ല കേട്ടോ, ഒരുപാട് ദൂരെയാണ് കേട്ടോ. സെറ്റല്ലേ, അടിപൊളിയാണ്. മല അതെ, ഇവിടെ ഒരു തമ്പുരാട്ടിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ പോകാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിളിമാനൂർ ടൗൺ കഴിഞ്ഞിട്ട് ചൂട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നമ്മുടെ കിളിമാനൂർ കൊട്ടാരത്തിനകത്തൊക്കെ നമ്മൾ കയറി നമ്മളൊന്ന് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കിളിമാനൂർ കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്ത് നമ്മുടെ യാത്ര ഇങ്ങനെ പോവുകയാണ്. അടുത്ത സ്ഥലം എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല. കാണിച്ചു തരാമേ. തിരിച്ചു വരും വഴിയിൽ നമ്മൾ കല്ലറ ഒരു ചായക്കടയിൽ കയറി കേട്ടോ. ഒരു ചായയും കടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കല്ലറയുള്ള ഒരു ചെറിയൊരു തട്ടുകടയിൽ നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ ഇനി നമുക്ക് അടുത്ത് പോവേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ആയിരവല്ലി ക്ഷേത്രം, കല്ലറ. ഓക്കെ, നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കല്ലറ ടൗൺ ആണ് കേട്ടോ. നല്ല വിശാലമായിട്ട് നമുക്ക് അവിടെ നിന്നാൽ നമ്മുടെ കല്ലറ ടൗൺ കാണാൻ കഴിയും. കല്ലറ മാത്രമല്ല, ആറ്റിങ്ങലും കാണാൻ കഴിയുമെന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ആയിരവല്ലി ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ അടുത്ത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതാണെന്ന് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞ് യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മളങ്ങനെ നേരെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അല്ലേ ബാബച്ചി? എവിടെ 7:30 മണിയായി. അപ്പൊ ഇനിയിപ്പോ എന്താണ് അടുത്തെന്താണ്? ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് വിടാ. താങ്ക്സ് ഫോർ വാച്ചിങ്.